ശ്രീ ഫസൽ ഗഫൂർ, ഇപ്പം യു ഡി എഫിന്റെ മുഖ്യമന്ത്രി ആരായിരിക്കുമെന്നുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസമാണ് മുസ്ലിം ലീഗ് അവരുടെ നേതൃയോഗം ചേർന്നത്. അതിനുശേഷം പി കെ കുഞ്ഞാലിക്കുട്ടി മാധ്യമങ്ങളോട് പറഞ്ഞൊരു കാര്യമുണ്ട്, ജനവികാരം അത് മാനിക്കണം, യു ഡി എഫിന്റെ മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്ന സമയത്തെന്നാണ് പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞത്. അപ്പം ലീഗിന്റെ മുഖ്യമന്ത്രി ഓപ്ഷൻ, ലീഗിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആരായിരിക്കുമെന്നാണ് താങ്കൾക്ക് തോന്നുന്നത്? ഇത് വളരെ സിമ്പിളാണ്. ഈ വാർത്ത ഇപ്പോൾ വലുതായിട്ട് വന്നത് മീഡിയ വണ്ണിലും മാധ്യമത്തിലും ഹെഡിങ് ആയിട്ട് വന്നു. ലീഗ് തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ള മട്ട്. ലീഗ് അങ്ങനെ തീരുമാനിച്ചിട്ടില്ല. ലീഗിൻ്റെ മീറ്റിംഗ് കൂടുകയും എം എൽ എമാരൊക്കെ പല അഭിപ്രായങ്ങൾ പറയുകയും ചെയ്തു. അതിൽ ഭൂരിപക്ഷം എം എൽ എമാരും, ഇതൊക്കെ ഞാൻ മനസ്സിലാക്കാൻ കാരണം ഞാൻ അവരായിട്ട് ദീർഘകാലമായിട്ടുള്ള അടുപ്പവും ബന്ധമുള്ളതാണ് കൊണ്ട് എനിക്ക് ന്യൂസ് കിട്ടും അതിനെപ്പറ്റി. അല്ലാതെ ഞാൻ ചർച്ച നടത്തിയെന്നൊന്നും വിചാരിക്കരുത്. അപ്പോൾ അതനുസരിച്ചിട്ട് വി ഡി സതീഷിന് അനുകൂലമായിട്ട് ആണ് അവർ പറഞ്ഞത്. രണ്ടാമത് അവർ പറഞ്ഞത് ഇപ്പോൾ സതീഷിന് ഇല്ലെങ്കിൽ തന്നെ രമേശ് ആയാലും കുഴപ്പമില്ല എന്നാണ് അവർ അഭിപ്രായം പറഞ്ഞത്. മനസ്സിലായ? അപ്പോൾ അതാണ് അവർ പറഞ്ഞത്. ഇവിടെ ദീർഘകാലമായിട്ട് ഇവിടെ പ്രവർത്തിക്കുന്ന രണ്ട് പ്രതിപക്ഷ നേതാക്കന്മാരുണ്ട്. ഒന്ന് കഴിഞ്ഞ നമ്മുടെ വിജയൻ മിനിസ്ട്രിയിലും ഇപ്പോഴത്തെ മിനിസ്ട്രിയിലും അവർ രണ്ടുപേരും അധ്വാനിച്ചതിൻ്റെ ഫലമായിട്ട് 2 ലോക്സഭാ ഇലക്ഷനുകളിൽ അവർ ജയിച്ചു. ഇപ്പോൾ പഞ്ചായത്ത് ഇലക്ഷനിൽ അവർ ജയിച്ചു. പക്ഷേ മുൻതൂക്കം വി ഡി സതീഷിനാണെന്നാണ്. പക്ഷേ ഇനി ഞാൻ പറയാം, ജനഹിതത്തെ പറ്റിയിട്ടാണെന്ന് കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. അത് ഡിഫൈൻ ചെയ്തിട്ടില്ല. ജനഹിതം എങ്ങനെ വരും എന്നുള്ളൊരു സിനാറിയോ ഞാൻ പറഞ്ഞുതരാം. എവിടെയാണ് ലീഗിന് സ്വാധീനം വരാൻ പോണം. ഉദാഹരണമായിട്ട് കോൺഗ്രസിൻ്റെ ചരിത്രത്തിൽ കോൺഗ്രസിന് ഏറ്റവും അധികം സീറ്റ് കിട്ടിയിട്ടുള്ളത് 63 സീറ്റാണ്. 63 സീറ്റ് എന്ന് പറഞ്ഞാൽ 1960 കോൺഗ്രസിന് അന്ന് അത് പട്ടം താനുവിളക്ക് മുഖ്യമന്ത്രി സ്ഥാനം കൊടുക്കേണ്ടി വന്നു. ആർ ശങ്കറായിരുന്നു കോൺഗ്രസിൻ്റെ നേതാവ്. അത് ഘടകകക്ഷികളൊക്കെ കൂടിയിട്ട് പറഞ്ഞ പട്ടത്തിനാക്കണമെന്ന്. പിന്നീട് അവർ പട്ടം പറപ്പിക്കുന്നതുമായി തന്നെ ഗവർണറായിട്ട് പറപ്പിച്ചു വിട്ടു. അത് വേറെ വിഷയം. പിന്നീട് എ കെ ആൻ്റണിയുടെ കാലഘട്ടത്തിൽ കെ കരുണാകരൻ ഒരിക്കലും ഇത്ര എം എൽ എമാരെ കിട്ടിയിട്ടില്ല. എ കെ ആൻ്റണി വരുമ്പോൾ അദ്ദേഹത്തിന് 63 എം എൽ എമാരെ സപ്പോർട്ടുണ്ടായിരുന്നു. അപ്പോൾ കോൺഗ്രസ് ഒറ്റയ്ക്ക് ഇക്കാര്യത്തിലൊരു തീരുമാനം എടുക്കാൻ പറ്റൂല. അത് നമ്മൾ മനസ്സിലാക്കണം. ഇതൊരു യു ഡി എഫ് ഗവൺമെൻറ്റാണ് എന്നാണ് കുഞ്ഞാലിക്കുട്ടി പറഞ്ഞത്. അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ അതിൽ ചർച്ചകളുണ്ടാവും. അദ്ദേഹം പറഞ്ഞ ചർച്ചയുണ്ടാവും, ഉദയകക്ഷി ചർച്ചയുണ്ടാവും എന്നൊക്കെ പറയുന്നു. അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ അത് നമുക്കറിഞ്ഞൂടെ ഇവർ തമ്മിൽ ഏതായാലും പരസ്യമായിട്ട് ചർച്ച ഉണ്ടാവാറില്ല. കാരണം കോൺഗ്രസ് ലെജിസ്ലേറ്റീവ് പാർട്ടി ലീഡറായിട്ട് തിരഞ്ഞെടുക്കുന്ന ആളെ ആണ് അംഗീകരിക്കുക. പക്ഷേ പൊതുവേ ഇത് വോട്ടിങ്ങിലൂടെ അല്ല ചെയ്യുന്നത്. ഇത് പൊതുവെ ചെയ്യാറെന്ന് വെച്ചാൽ എം എൽ എമാരുടെ ഹിതം അറിഞ്ഞതിന് ശേഷം ഹൈക്കമാൻഡിലോട്ട് അയക്കും. അത് എന്തായാലും യൂഷ്വലി ഒരു 1 വേർഡ് ലെറ്ററാണ് പലപ്പോഴും കോൺഗ്രസ് ലെജിസ്ലേറ്റീവ് പാർട്ടികളെ ചെയ്യാറ്. അവർ വോട്ടൊന്നും പോകില്ല. അവർ ഇതും ഓതറൈസിങ് ദ കോൺഗ്രസ് പ്രസിഡന്റ്. പൊതുവെ മുമ്പ് ഇന്ദിര, പിന്നെ രാജീവ് ഗാന്ധി, പിന്നെ ആരായാലും മനസ്സിലല്ലേ എന്നുള്ള നിലക്ക് അയക്കുമ്പോൾ അവിടെ നിന്ന് ഒരാൾ അയക്കുന്നത് ഇവർ അംഗീകരിക്കും എന്നുള്ളതാണ്. പക്ഷേ ഇത്തരത്തിലുള്ള ഒരു സിനേറിയോ ഉണ്ടായിട്ടില്ല. ഇപ്പോഴത്തെ സിനേറിയോ എങ്ങനെ വരാൻ പോകണമെന്ന് വെച്ചാൽ അസ്യൂമിങ് ദാറ്റ് കോൺഗ്രസ് ഗെറ്റ്സ് മോർ ദാൻ 90 സീറ്റ്സ്. അപ്പോൾ ജനഹിതം എന്താണ്? ജനഹിതം വി ഡി സതീഷിന് അനുകൂലമാണ്. കോൺഗ്രസ് ജസ്റ്റ് ഉമ്മൻചാണ്ടിക്ക് കിട്ടിയ മാറ്റയോ അപ്പോൾ 74 76 ഒക്കെ സീറ്റ് കിട്ടണമെങ്കിൽ അതിൻ്റെ അർത്ഥം അതിൽ ദർ ഇസ് നോ സതീഷൻ ഫാക്ടർ ദെയർ. അത് ഇറ്റ് ഈസ് എൻ ആൻറ്റി ഇൻകംബൻസി ഫാക്ടർ എന്ന് വരും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എം എൽ എമാരുടെ ഹിതം നോക്കും. എം എൽ എമാരുടെ ഹിതം നോക്കണേ. ഞാൻ വ്യക്തമായിട്ട് സംസാരിച്ച് കഴിഞ്ഞാണ് എല്ലാവരും കാര്യപ്പെട്ട കോൺഗ്രസ്സുകാരോട്. അപ്പോൾ അതനുസരിച്ചിട്ട് കെ സി വേണുഗോപാലിന് മുൻതൂക്കം വരും. കാരണം രണ്ടുപേർക്കും ക്രെഡിറ്റ് ഉണ്ടാവില്ല, രമേശിനും സതീഷിനും. ഈ തരത്തിലാണ് എൻ്റെ അഭിപ്രായത്തിൽ ഈ സിനേറിയോ പോകാൻ പോണത്. വേറെ ചില ആൾക്കാർ തിരിച്ചും പറയുന്നുണ്ട്. അതായത് 75 76 സീറ്റ് വരണമെങ്കിൽ 5 8 എം എൽ എമാർ രമേശിൻ്റെ കൂടെ അല്ലെങ്കിൽ സതീഷിൻ്റെ കൂടെ ഉണ്ടാവും. അവരിടയും, അതുകൊണ്ട് കെ സിക്ക് കിട്ടില്ല. അതൊന്നുമില്ല. കോൺഗ്രസ്സിൽ ഞങ്ങൾക്ക് വ്യക്തമായിട്ട് പറയാം, ആ കാലഘട്ടമൊക്കെ പോയി. മനസ്സിലായില്ലേ? അത് എ കെ ആൻ്റണീനെ കൊണ്ട് മാത്രമേ ചരിത്രത്തിൽ കോൺഗ്രസിനെ ബ്രേക്ക് ചെയ്ത് വേറൊരു പാർട്ടി ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൂ. അതിന് മുമ്പ് കേരള കോൺഗ്രസ് ഉണ്ടായിട്ടുണ്ട്. പി ടി ചാക്കോൻ്റെ വിഷയത്തിൻ്റെ മുകളിൽ ക്രൈസ്തവ നായർ എം എൽ എമാർ ഇറങ്ങിപ്പോയിട്ട്. അപ്പോൾ ഇപ്പോൾ കോൺഗ്രസ് പാർട്ടിക്ക് അങ്ങനെ ഒരു പ്രശ്നമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ലെന്നേ. കോൺഗ്രസ് പാർട്ടിക്ക് ഒരു ഉചിതമായിട്ടുള്ളൊരു തീരുമാനം കോൺഗ്രസ് പാർട്ടി എടുക്കും. ഇനി ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ ഏതായാലും മുരളീധരൻ കയറി തൃശ്ശൂർ പൂരമൊക്കെ പറഞ്ഞല്ലോ, അദ്ദേഹം വലിയൊരു വിജയമായിട്ട് വരെയാണ്. ഒരു കോംപ്രമൈസ് കാൻഡിഡേറ്റ് ആയിക്കൂടെ കെ മുരളീധരൻ? അദ്ദേഹത്തിന് എന്താ യോഗ്യത കുറവുള്ളത്? അദ്ദേഹത്തിന് അതിൻ്റെ അർത്ഥം ഫസൽ ഗഫൂർ മുരളീധരൻ്റെ ആളാണെന്നല്ല, അങ്ങനെയല്ല ഞാൻ പറയുന്നത്. അപ്പോൾ ഒരു ഓപ്പൺ ഫീൽഡിലോട്ടാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ നിലക്ക് മുസ്ലിം ലീഗ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അതിന് തീർച്ചയായിട്ടും ഒരു സേ ഉണ്ട് ഈ കാര്യങ്ങളിൽ. ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അതിലിപ്പോൾ നമ്മൾ ഇങ്ങനെ ധരിക്കരുത്. മുസ്ലിം ലീഗ് ഓൾറെഡി അറിയിച്ചു. അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു 2 കാര്യങ്ങൾ എന്ന് പറഞ്ഞാണ് അദ്ദേഹം പറയുന്നത്. ഒന്ന്, ആദ്യം ഭൂരിപക്ഷം കിട്ടണം.
2 UDF യോഗം ചേരും, ഘടകകക്ഷികളെ കേൾക്കും, അതിനുശേഷം തീരുമാനിക്കും. അങ്ങനെ ഘടകകക്ഷികളെ കേട്ട് ഇതിനു മുൻപും UDFന്റെ മുഖ്യമന്ത്രിമാരുണ്ടായിട്ടുണ്ട്. അപ്പം ആ സമയത്തൊക്കെ ഘടകകക്ഷികളെ കൂടി കേട്ടിട്ടാണ് കോൺഗ്രസ് അവരുടെ മുഖ്യമന്ത്രിയെ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത്. ഇത് കേൾക്കാത്ത അല്ലെങ്കിൽ പതിവില്ലാത്തൊരു സിനാരിയോ ആണോ ഈ ലീഗിന്റെ ഈ പ്രസ്താവന? അല്ല, ലീഗിൻ്റെ പ്രസ്താവന പറഞ്ഞത് ശരിയൊന്നുമല്ല. ഞാൻ അതിന് ബദലൊരു കാര്യം പറഞ്ഞുതരാം. കെ കരുണാകരനെ ചാര കേസിൽ മാറ്റി. അപ്പോൾ എന്താക്കിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുസ്ലിം ലീഗ് ശക്തമായൊരു നിലപാടെടുത്തു, കരുണാകരൻ രാജിവെക്കണം. എനിക്ക് ഓർമ്മ, അനൂപിനെ വേണമെച്ചാൽ തിരുത്താം, എൻ്റെ ഓർമ്മയെടുത്ത് പറയുന്ന ആ സമയത്ത് കെ കരുണാകരന് ഭൂരിപക്ഷം ഉണ്ടായിരുന്നേ. അന്ന് മാധവ് സിംഗ് സോലങ്കിയും എൻ്റെ അഭിപ്രായത്തിൽ GK മൂപ്പനാറും ഇവിടെ വരികയും അവരെന്ത് ചെയ്തു എന്ന് ഞാൻ പറഞ്ഞുതരാം. അവർ MLA-മാരെ ഹിതം മാത്രമല്ല എടുത്തത്, അവർ MP-മാരെയൊക്കെ വിളിച്ചു. പിന്നീട് അന്നത്തെ സീനിയർ നേതാക്കന്മാരായിട്ടുള്ള ദാമോദരൻ കാളശ്ശേരിയെയും A റഹീമിനെയൊക്കെ വിളിച്ചു, മുൻ ഗവർണർമാരെ വിളിച്ചു. എന്നിട്ട് അവരെല്ലാവരും കൂടെ ഒരു അഭിപ്രായം എടുത്തുകൊണ്ടാണ് ഇത് ഭൂരിപക്ഷം ഉണ്ടാക്കിയത്. അപ്പോൾ കോൺഗ്രസ് ഹൈക്കമാൻഡിന് ഇത് പറഞ്ഞുതരാം. കോൺഗ്രസ് ഹൈക്കമാൻഡ് പല രീതിയിൽ പെരുമാറും. ചിലപ്പോൾ അവർ ഒപ്പോസിഷൻ ലീഡറാക്കും, ചിലപ്പോൾ അവർ MP-മാരെ ഇമ്പോർട്ട് ചെയ്ത് കൊണ്ടുവരും, ചിലപ്പോൾ ഉയർന്ന നേതാവ് AK ആന്റണി അദ്ദേഹത്തെ കൊണ്ടൊന്നും അതിനൊരു ഇമ്പോർട്ടൻ്റൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അതേമാതിരി തന്നെ കോൺഗ്രസ് ഹൈക്കമാൻഡ് PCC പ്രസിഡന്റ്മാരാക്കിയതുണ്ടല്ലോ. ആക്കിയില്ല എന്ന് പറഞ്ഞിട്ടല്ലേ നമ്മുടെ പൈലറ്റായിട്ട് തർക്കമുണ്ടായിരുന്നു, സച്ചിൻ പൈലറ്റായിട്ട്. അപ്പോൾ കോൺഗ്രസ് പല രീതിയിലാണ് പറഞ്ഞത്. ആ ഒരു സെറ്റ് പാറ്റേൺ എന്ന് പറഞ്ഞിട്ടൊരു സാധനമില്ല. ഒരു പാറ്റേൺ ഉണ്ട്. അവർ 2 ഒബ്സർവർമാരോ 3 ഒബ്സർവർമാരോ ഒന്ന് ഹിതം അറിയും. ഹിതം അറിഞ്ഞിട്ട് ആ ഹിതം അവിടെ കൊണ്ടുപോയിട്ട് അത് ഹിതം ശരിയാണോ അല്ലേ എന്നുള്ളത് അവർ പരിശോധിക്കും. ഹൈക്കമാൻഡിനും കൂടെ അത്തരത്തിലൊരു ഹിതം ഉണ്ടാവുമല്ലോ, മനസ്സിലായില്ലേ? അതനുസരിച്ച് ഒരു ഹിതപരിശോധന നടത്തിയിട്ടാണ് കോൺഗ്രസ് നടത്തുക. അപ്പോൾ ആ ലൈനിലാണ് അത് പോയിക്കൊണ്ടിരിക്കുന്നത്. ബാക്കി അതിൽ വിവാദങ്ങളിലോട്ട് ഞാൻ രണ്ടാമത്തെ എനിക്ക് ചാൻസ് വരുമ്പോൾ ഞാൻ പറയാം. ശരി, ശ്രീ ഫസൽ ഗഫൂർ, ഇപ്പോൾ ജ്യോതിർ ഘോഷ് പറഞ്ഞ് വെച്ചൊരു പോയിന്റ് ഉണ്ട്. ഈ കഴിഞ്ഞ 5 വർഷക്കാലം ടീം UDFനെ നയിച്ച നേതാവ് VD സതീശനാണ്, പ്രതിപക്ഷ നേതാവാണ്. സ്വാഭാവികമായും അദ്ദേഹമാണ് മുൻനിരയിൽ ഉണ്ടാവുക. അപ്പോൾ ജനങ്ങൾ വോട്ട് ചെയ്തപ്പോൾ അതുകൂടി കണ്ട് അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ, ഇപ്പോൾ വെള്ളാപ്പള്ളിയുടെ കാര്യം നമ്മൾ സംസാരിച്ചു. വെള്ളാപ്പള്ളി ആ രീതിയിലുള്ള ഭാഷയിൽ അത്രയും ശക്തമായി വിമർശിച്ചിട്ടുണ്ട് VD സതീശനെ. വെള്ളാപ്പള്ളിക്കെതിരെ ശക്തമായ നിലപാട് VD സതീശൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ നിലപാടുകളെല്ലാം കേരളത്തിലെ ജനത കണ്ടിട്ടുണ്ട്. അപ്പോൾ ഒരു ലീഡർ എന്ന രീതിയിൽ ജനവികാരം VD സതീശൻ എന്നാണ് ജ്യോതിർ ഘോഷ് പറഞ്ഞു വെക്കുന്നത്. അങ്ങനെയാണോ കേരളത്തിലെ ജനമനസ്സ്? അല്ല, ആദ്യം തന്നെ ജ്യോതിർമയി പറഞ്ഞതിനെക്കാട്ടും ഞാൻ ആദ്യം അഭിനന്ദിക്കുകയാണ്. കാരണം അദ്ദേഹം ഒരു ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു സിറ്റുവേഷനിൽ ഗംഭീരമായിട്ടുള്ള ഒരു പ്രതിരോധമാണ് അദ്ദേഹം ഉയർത്തിയിട്ടുള്ളത്, ഒരു സൈഡ് കൊടുക്കാതെ. സൈഡ് എന്താണെന്നുള്ളത് എനിക്കറിഞ്ഞൂടാ. പൊതുവെ കോൺഗ്രസ്സുകാർക്ക് ഏതെങ്കിലും ഒരു ഭാഗമുണ്ടോ, അത് വേറെ വിട്ട്, അതിനെ പറ്റിയിട്ടില്ല. പിന്നെ വെള്ളാപ്പള്ളിയെ പറ്റിയിട്ട് പറയുമ്പോൾ വെള്ളാപ്പള്ളി നടേശനെ പറ്റിയിട്ട് കോൺഗ്രസ്സുകാർ ഇപ്പോൾ ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ലെന്നേ. കോൺഗ്രസ് അല്ല ഇപ്പം പേടിച്ച് നടക്കുന്നത് LDF ആണ്. കാരണം ഈ ഇലക്ഷനിൽ LDF തോക്കുകയാണെങ്കിൽ അതിന് മുഖ്യമായിട്ടുള്ളൊരു കാരണം വരാൻ പോകുന്നത് ന്യൂനപക്ഷങ്ങളുടെ ഒരു ഏകീകരണമാണ്. കാരണം അവർക്ക് പാർട്ടിയൊന്നും പ്രശ്നമില്ലെന്നേ. ഇതുമാതിരിയുള്ള, മനസ്സിലായല്ലേ, നൗഷാദിനെ കൊന്നപ്പോൾ അദ്ദേഹം പറഞ്ഞ വാക്കുകളെ പറ്റിയിട്ട് നിങ്ങൾക്ക് അറിയാലോ, മനസ്സിലായല്ലേ? അത് കോമ്പൻസേഷനെ പറ്റിയിട്ട്, ഗവൺമെൻറ് കൊടുത്തതിനെ പറ്റിയിട്ട്, അതിനെ പറ്റിയിട്ടാണ് അനൂപ് പറഞ്ഞത്. അത് ശരി തന്നെയാണ്. നമ്മൾ പറയുമ്പോൾ എല്ലാ കാര്യവും ശരിയും സത്യം പറയണം. അദ്ദേഹം FIR ഇട്ടു. പക്ഷേ ആ FIRന്റെ മുകളിൽ അപ്പോഴത്തേനും ഗവൺമെൻറ് മാറി. ഇപ്പം 10 കൊല്ലമായിട്ട് FIRനെ പറ്റിയിട്ട് ഒരു ആക്ഷൻ എടുത്തിട്ടില്ല എന്നുള്ളത്. അത് കോൺഗ്രസ് ഗവൺമെൻറ് അല്ല അത് എടുക്കാതിരുന്നത്, മനസ്സിലല്ലേ? അപ്പോൾ അതേമാതിരി തന്നെ അദ്ദേഹത്തെ കാറിലൊക്കെ കയറ്റിക്കോട്ടെ, അതിലൊന്നും കുഴപ്പമൊന്നുമില്ല മുഖ്യമന്ത്രി. അതിലൊരു വയസ്സായിട്ടുള്ള ഒരാളെ പോകുമ്പോഴത്തേക്കും. പക്ഷെ അയാൾ ഇറങ്ങി വന്നിട്ട് പിന്നെ സംസാരിക്കുന്നത് എന്താ അറിയോ, ഇതുമാതിരി 20 കാർ എൻ്റെ വീട്ടിലുണ്ടെന്ന്. ഇങ്ങനെയൊക്കെ പൊങ്ങച്ചം പറയുന്ന ഒരാളെയും സ്റ്റേജിന്മേൽ കയറ്റുകയും അയാളുടെ കൂടെ നടക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ പ്രതീക്ഷിക്കുന്നത് അതിന് വലിയ തിരിച്ചടി ഉണ്ടാകും എന്നുള്ളതാണ്. അത് നമുക്ക് ഇലക്ഷൻ നടന്നതിന് ശേഷം മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. പക്ഷേ നേരത്തെ ഈ പറഞ്ഞ മാതിരി തന്നെ അതൊക്കെ സത്യമായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. വേണുവിനെ, അത് ഞാൻ വേണുവിനെ വിളിക്കാറ്, മനസ്സിലായില്ലേ? എൻ്റെ യങ്ങറാണ്, മനസ്സിലായില്ലേ? അപ്പോൾ വേണുവിനെ, മനസ്സിലായില്ലേ, അദ്ദേഹത്തെ തോൽപ്പിക്കാൻ എൻ്റെ ഓർമ്മയിൽ 2 തവണയെങ്കിലും എനിക്കറിയാം വ്യക്തമായിട്ട് വെള്ളാപ്പള്ളി ശ്രമിച്ചു. അതിനൊക്കെ അതിജീവിച്ചു വേണു. അപ്പം ആ നിലയ്ക്ക് ഈ പറയുമ്പോൾ ഈ ഇതിലെല്ലാവരും നമ്മൾ പറയാറ് അതികായകർ തന്നെയാണ്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ ഇതിനോട് നിൽക്കുകയാണ്, അതായത് UDF, ഞാൻ അതിനോട് ഉറച്ച് നിൽക്കുകയാണ്. അതായത് ഭൂരിപക്ഷം ഇല്ലെങ്കിൽ ഒരു പാർട്ടിക്ക്, മനസ്സിലായില്ലേ, ആ പാർട്ടിക്ക് സ്വയമേധ മുഖ്യമന്ത്രിയെ തീരുമാനിക്കാൻ പറ്റൂല. കാരണം വെച്ചാൽ അതൊരു കൊയിലീഷൻ ഗവൺമെൻറ്റാണ്. അതേസമയം ആ കൊയിലീഷൻ ഗവൺമെൻറ് ഇത്തവണ അങ്ങനെ വരുള്ളൂ. കാരണം കോൺഗ്രസിനോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കോ, അതും പറയണം നമ്മൾ, 2 പാർട്ടികൾക്കും കേരളത്തിൽ ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ഇല്ലാന്നേ.
അവരുടെ വോട്ടൊക്കെ ഏകദേശം വിമോചന സമര കാലത്ത് നേരുന്ന വോട്ടിൽ നിന്ന് കമ്മ്യൂണിസ്റ്റ് വോട്ട് അതേമാതിരി നിൽക്കുകയും കോൺഗ്രസ് വോട്ടിൽ ചെറിയ ഒരു ഇടിച്ചിലുണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഘടകകക്ഷികൾക്ക് തോന്നിയത് ചോദിക്കാനും തോന്നിയത് പറയാനൊന്നും പറ്റൂല. അവർക്കൊരു അഭിപ്രായം പറയാം, അവർക്കതിൽ അത് അവർ കൺവിൻസ് ചെയ്തെടുക്കണം. കോൺഗ്രസ് ഹൈക്കമാൻഡുമായിട്ട് കഴിഞ്ഞ 50 വർഷം 60 വർഷമായിട്ട് മുസ്ലിം ലീഗിന് ഏറ്റവും ഏറ്റവും വലിയ റിസ്ക് എടുത്ത് നമ്മുടെ കോൺഗ്രസ്, അതായത് അഹമ്മദിനെ നമുക്കറിയാം, അതായത് കേന്ദ്രമന്ത്രി ആക്കിയപ്പോൾ. അപ്പോൾ അന്ന് മറ്റേ പ്രതിയോഗികൾ പറഞ്ഞെന്താണെന്ന് വെച്ചാൽ ഇദ്ദേഹം പഴയ ലീഗിൻ്റെ പാർട്ടിയാണ്, അത് വിഭജന കാലത്തുള്ള അഖിലേന്ത്യാ ലീഗ് ജിന്നയുടെ അവരൊക്കെ ഇപ്പം നിങ്ങൾ മന്ത്രിയാക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ സോണിയാഗാന്ധി പറഞ്ഞു അതൊരു മര്യാദയാണ് എന്ന് മനസ്സിലായില്ലേ. അതായത് നമ്മുടെ ഒരു സഖ്യമായിട്ട് ഇലക്ഷൻ മത്സരിക്കുമ്പോൾ ഒരു മര്യാദ എന്നുള്ള നിലക്ക് അഹമ്മദിന് കേരളത്തിൽ അന്ന് വേറെ മന്ത്രി ഉണ്ടായിരുന്നു, MP ഉണ്ടായിരുന്നില്ല എന്നാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ ആ നിലക്ക് കോൺഗ്രസും ലീഗുമായിട്ടുള്ള വളരെ അടുത്ത ബന്ധമുള്ളപ്പോൾ തീർച്ചയായിട്ടും ഒരു സ്നേഹസമ്മർദ്ദം അവർക്ക് നടത്താൻ പറ്റും. പ്രൊവൈഡഡ് ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ ഈ സീറ്റിൻ്റെ എണ്ണം വളരെ കുറയണമെങ്കിൽ ഒരു സ്നേഹസമ്മർദ്ദം അവർക്ക് നടത്താൻ പറ്റും. ആ സ്നേഹസമ്മർദ്ദം ഉപമുഖ്യമന്ത്രിക്കാണോ അതോ ഇനിയിപ്പോൾ മുഖ്യമന്ത്രി ആരാണെന്ന് തീരുമാനിക്കുന്നതിനാണോ അല്ലെങ്കിൽ മന്ത്രിമാരുടെ എണ്ണം എത്ര വേണം എന്നുള്ളതാണോ അതൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ. കാരണം അത് പാർട്ടി തീരുമാനിക്കേണ്ട കാര്യമാണ്. അപ്പോൾ ഒരു ഇതിൽ കാര്യപ്പെട്ട കാര്യം അതിലുള്ള എനിക്ക് പറയാനുള്ളത് ഒരു കാര്യമാണ്. കാരണം ഇതൊരു മാതൃകയായി മാറണം. ഇത് മാതൃകയാവണമെന്ന് വെച്ചാൽ രമേശിനും ഇതൊരു മാതൃകയായി മാറണം. അദ്ദേഹം മുഖ്യമന്ത്രി ആയിക്കൂടാന്നൊന്നുമില്ല, വേണു അത്ര വലിയ കുഴപ്പമൊന്നുമില്ല. ആദ്യം പോയിട്ട് ഈ മതസാമുദായിക സംഘടനകളുടെ അവിടെ പോയിട്ടൊന്നും നമ്മൾ ഇങ്ങനെ ഇത് കുമ്പസരിക്കാനൊന്നും നിൽക്കണ്ട. ഒരു കാര്യം കൂടെ പറയണേ, തെറ്റിദ്ധരിക്കേണ്ട. രാഷ്ട്രീയ ഇതെന്ന് പറയുമ്പോൾ മുസ്ലിം സമുദായത്തിൻ്റെ സാമുദായിക സംഘടനയാണ് MES. അതിൻ്റെ പ്രസിഡൻ്റാണ് ഞാനാണ് ഇരുന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആരോടെ വരണ്ട, ഞങ്ങളെ വിളിച്ചാൽ അങ്ങോട്ട് ഞങ്ങൾ പോയിക്കോളും. അതായത് പിണറായി വിജയൻ്റെ അടുത്തോട്ടാണല്ലോ ഇവർ പോകാറുള്ളത്, മനസ്സിലായില്ലേ. പിണറായി വിജയൻ ഇവരുടെ വീട്ടിലൊന്നും പോകാറില്ല. അപ്പോൾ അതുമാതിരി തന്നെ അത് ഞാൻ അദ്ദേഹത്തെ ഇപ്പോൾ പുകഴ്ത്തി പറയണമല്ലോ, അതായത് വസ്തുത അങ്ങനെയാണ്. അപ്പോൾ ആ നിലക്ക് ലീഗിനെ സംബന്ധിച്ചിടത്തോളം ലീഗ് ഇപ്പോൾ ഒരു അഭിപ്രായം പറഞ്ഞത് മാത്രമേ ഉള്ളൂ. പക്ഷേ ലീഗ് ഒരിക്കലും മനസ്സിലായില്ലേ ഇങ്ങനത്തെ കാര്യങ്ങളിൽ കടുപിടുത്തം പിടിക്കാറില്ല, മനസ്സിലായില്ലേ. കഴിഞ്ഞ തവണ ഈ 5ാം മന്ത്രി തന്നെ ഒരു തെറ്റിദ്ധാരണയുടെ ഫലമായിട്ട് ഉണ്ടായിട്ടുള്ളൊരു കാര്യമാണ്. തെറ്റിദ്ധാരണയുടെ ഫലമായിട്ട്, കാരണം അലി എന്ന് പറഞ്ഞിട്ട് ഒരാൾ കൂറുമാറി ഇവിടെ വരുമ്പോൾ അദ്ദേഹത്തിന് സീറ്റ് പ്രോമിസ് ചെയ്യുന്നു. സീറ്റ് പ്രോമിസ് ചെയ്തിട്ട് അദ്ദേഹത്തെ ലീഗ് പാർട്ടിയിൽ ചേർത്തിട്ടില്ലെങ്കിൽ അദ്ദേഹം തിരിച്ചു കൂറുമാറി പോകുമോ എന്നൊരു പേടി. അപ്പോൾ അദ്ദേഹത്തെ പാർട്ടിയിൽ ചേർത്ത് അവരുടെ മന്ത്രിസ്ഥാനം കൊടുക്കണമല്ലോ. അപ്പോൾ മന്ത്രിസ്ഥാനം കൊടുക്കണ്ട. അപ്പോൾ അലിക്ക് വേണ്ടി മാത്രമാണ് അന്ന് 5ാം മന്ത്രി സ്ഥിതി പറഞ്ഞിട്ടുള്ളത്. മനസ്സിലാക്കണം നിങ്ങൾ. പണ്ട് വട്ടിയൂർക്കാവ് രവിയും ലോണപ്പൻ നമ്പാടനും ഒക്കെ നമുക്കറിയാം, മനസ്സിലായി. AC ജോസൊക്കെ നമുക്കറിയാം, കാസ്റ്റിംഗ് വോട്ടൊക്കെ സ്പീക്കറൊക്കെ അതേമാതിരിയുള്ള ഒറ്റപ്പെട്ട ഒരു സംഭവമാണ്. അപ്പോൾ അതുമാതിരിയുള്ള ഒരു സംഭവമൊന്നും ഉണ്ടാവില്ല. ലീഗിന് 5 മന്ത്രിയുള്ള അതിന് കിട്ടുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ ഉണ്ടാവും. അത് കോൺഗ്രസിന് എത്രയധികം സീറ്റ് ഉണ്ടെന്നുള്ളതനുസരിച്ചിട്ട് ഇരിക്കും. ഏതായാലും അവർ ഡയറക്റ്റ്ലി ഈ പ്രശ്നത്തിൽ കാര്യമായിട്ട് ഇടപെടാൻ പോകുന്നില്ല. ഈ 3 പേർക്കും എൻ്റെ അഭിപ്രായത്തിൽ കോൺഗ്രസ് അങ്ങനെയാണ്, ഈ 3 പേർക്കും പ്രചരണം നടത്താനായിട്ടുള്ള അധികാരമുണ്ട്. പക്ഷേ ആ പ്രചരണം എന്ന് പറയുമ്പോഴത്തേനും തോന്നിയാസമായി പോകരുത്. പിന്നെ ഞാനൊരു അഭിപ്രായം കൂടെ പറയാം. ഈ കമൻസ് സ്വിച്ച് ഓഫ് ചെയ്തിട്ടുള്ള പ്രചരണമാണ് നമുക്ക് നല്ലത്. ഞാനിപ്പോൾ ഈ കമൻസ് നോക്കിയിരുന്നു രമേശിൻ്റെ കേരള യാത്രയുടെ, അത് മുഴുവൻ കമൻറ്റും അദ്ദേഹത്തെ ചീത്ത പറഞ്ഞുകൊണ്ടാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം കേരളത്തിൽ രമേശിക്ക് ഒരൊറ്റ അനുയായി ഇല്ല എന്നല്ലല്ലോ. അതിൻ്റെ അർത്ഥം ഈ എതിരായിട്ടുള്ള ഇപ്പോഴത്തെ കാലത്ത് എതിര് മാത്രമേ കാണിക്കുകയുള്ളൂ, അതായത് സപ്പോർട്ട് കുറച്ചാണ് കാണിക്കുക. അപ്പോൾ ആ നിലയ്ക്ക് ഇവർ സൂക്ഷിച്ച് ഇത് കൈകാര്യം ചെയ്യണം. ഇതെല്ലാ കാര്യങ്ങളും April 4 നമുക്കറിയാം പിണറായി വിജയൻ തുടരുമോ ഇവർ വരുമോ എന്നുള്ളത്.